അള്ളാഹു നിന്നെ ഏറ്റെടുക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്തവരെ മുഴുവനും നീ ഒഴിവാക്കണം. അപ്പോൾ മാത്രമേ അള്ളാഹു എന്നെ ഏറ്റെടുക്കുള്ളൂ. ഇവിടെ പണി നടക്കണേ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇവിടെ പണി നടക്കുന്നത്. ഇവിടെ അള്ളാഹു അല്ലാത്ത എല്ലാവരെ തൊട്ട് ഒഴിവാക്കണം. വലാ തതിമ്മുൽ വിലായത്തു മിനല്ലാഹി ഇല്ലാ ബിത്തബരി സിവാ. ഇവിടെ ഈ ലോകത്തുള്ളവർ എന്ത് അപകടപ്പെടുത്തിയാലും നമുക്കൊരു അപകടം വരൂല. പിന്നെന്ത് ബാക്കി? പിന്നെന്ത് പ്രശ്നം? പിന്നെന്ത് പ്രശ്നം? എന്ത് നമ്മൾ ചിന്തിക്കണം. മുത്ത റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തിട്ടില്ലേ? സിഹർ ചെയ്തു, നിലനില്ലല്ലോ. അപ്പോഴത്തിന് വന്നില്ലേ സയ്യിദുനാ ജിബ്രീൽ? എന്ത് വരും? മുത്ത റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തിട്ടില്ലേ? നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നബിക്കും സിഹർ ചെയ്തിട്ടുണ്ടല്ലോ. ലബീദ് ഇബ്നു അസ്സം എന്ന ജൂതൻ നബിക്ക് സിഹർ ചെയ്തു എന്ന് കിതാബിലുണ്ടല്ലോ. പിന്നെ എനിക്ക് സിഹർ ചെയ്ത് അത്ര വലിയ പ്രശ്നമല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ ലോകം മുഴുവനും നിന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തവർ മുഴുവൻ നിനക്ക് പ്രൊട്ടക്ഷൻ നടത്തിയാലും രക്ഷിക്കാൻ കഴിയില്ല. ലോകം കണ്ട ഉരുക്കു വനിത സ്വന്തം അംഗരക്ഷകരാൽ മരിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണോ അല്ലേ? അത് പറ, ആണോ അല്ലേ? ലോകം കണ്ട ഉരുക്കു വനിത 984 ഒരാളുടെ അംഗരക്ഷകരാരായിരിക്കും? ഒരാളുടെ അംഗരക്ഷകരാരായിരിക്കും? ഒരു മന്ത്രിയുടെ അംഗരക്ഷകർ. അയാൾക്ക് വിശ്വാസമല്ല പോലീസ്. ഇത് സാധാ മന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഏത് പ്രധാനമന്ത്രി? നെഹ്റുവിന്റെ മകളായ പ്രധാനമന്ത്രി. മനസ്സിലായില്ലേ? നവഭാരതത്തിന്റെ ശില്പി എന്ന് പറയാവുന്ന ഒരാളുണ്ടെങ്കിൽ, അത് അംബേദ്കറോട് ചേർത്ത് പറയാവുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അയാളുടെ പൊന്നുമോളാണ് ആര്? ഇന്ദിര. അക്കാലത്തെ ലോകത്തെ ഉരുക്കു വനിത. പകരം ഇന്നും ഒരാൾ, ഇന്ദിരാഗാന്ധിക്ക് പകരം ഒരാൾ, പിന്നെ എൻ്റെ ഓർമ്മയിൽ 984 ശേഷം ഈ 2021 ജൂലൈ മാസം 2 തീയതി വരെയുള്ള ഈ ഒരു കാലത്തിനുള്ളിൽ ഇന്ദിരാഗാന്ധിക്ക് പകരക്കാരിയായ ഒരു പെണ്ണ് ലോകത്തേതെങ്കിലും രാജ്യത്ത് ഉദയം ചെയ്തതായി എൻ്റെ അറിവിലില്ല. അത്രയും നിപുണയായ ഭരണപാഠവുമുള്ള വ്യക്തി. മനസ്സിലായില്ലേ? അവർക്കൊരു അംഗരക്ഷകനായി ഒരു ആരായിരിക്കും ഉണ്ടാവുക? അവരുടെ ഏറ്റവും വിശ്വസ്തര്. അവരാൽ കൊല്ലപ്പെട്ടു. ആര്? ഇന്ദിരാഗാന്ധി. എന്തുകൊണ്ട്? അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും വരികയില്ല. അപ്പൊ ആരെ തൃപ്തിപ്പെടുത്തണം? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തൽ തന്നെയാണ് മോക്ഷം. മോക്ഷമുണ്ട്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ സിഹറുള്ളവരുണ്ടാവും. ഉണ്ട്. എന്നോട് പറഞ്ഞിട്ട് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഖുർആനിലേക്ക് സിഹർ ബാധിച്ച കാരണം ഈ വന്ന് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ എനിക്കറിയാം. മോക്ഷം കിട്ടണം. മനസ്സിലായോ? എവിടുന്നാണ്, ആരാണ് മോക്ഷം തരേണ്ടത്? എവിടെയാണ് മോക്ഷം ഉണ്ടാകേണ്ടത്? മനസ്സിൽ അള്ളാഹുവിനെ കുടിയിരുത്താത്ത കാലത്തോളം മോക്ഷം ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ആർക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാലോ എല്ലാം അവനെ പേടിക്കും. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് നന്ദി ചെയ്യുക എന്ന ആയത്തിനെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അശ്ശുക്രു ലില്ലാഹ്, നന്ദി അർപ്പിക്കേണ്ടത് ആർക്കാണ്? ഫശ്ശുക്രുലില്ലാഹ്, അല്ലാഹുവിന് നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹുവ ത്വാഅത്തു ലില്ലാഹ്, അല്ലാഹു വഴിപ്പെടലാണ്. അല്ലാഹുവിന് നന്ദി അർപ്പിക്കുക എന്നാൽ അല്ലാഹുവിന് വഴിപ്പെടൽ. ത്വാഅത്തു ലില്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെടുക എന്നാൽ ഹുവൽ വിലായത്തു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ ഉയരലാണ്. അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. റാഹത്തായിരിക്കും, ഒന്ന് ഉഷാറായിരിക്കും, ഒന്ന് കസേരയിൽ ഉഷാറായിരിക്കും. ഇത് പഠിക്ക്, ദയവായി ഇത് പഠിക്ക്, ദയവായി സഹോദരങ്ങളെ ഇത് പഠിക്ക്. ഈ 100 പ്രശ്നത്തിന് പരിഹാരം ഇപ്പോൾ ഈ പറഞ്ഞുതരാം. എനിക്കും നിങ്ങൾക്കും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അശ്ശുക്രുലില്ലാഹ്,
അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വാക്കിന് ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ മഹാനാണ് സഹ്ർ ഇബ്നു അബ്ദില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ലോകം കണ്ട സൂഫി ചക്രവാളത്തിലെ സൂഫിയാണ് സഹ്ർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാ എന്ന വാക്കിന് വ്യാഖ്യാനം പറയാണ് അശ്ശുക്റുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നന്ദി അർപ്പിക്കലാണ്. വശുക്റുലില്ലാ അല്ലാഹു തആലക്ക് നന്ദി അർപ്പിക്കാന്ന് പറഞ്ഞാൽ വതഅത്തുലില്ലാ അള്ളാഹ്ക്ക് വഴിപ്പെടൽ. മനസ്സിലായില്ല? അള്ളാഹുവിനെ നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടലാണ്. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയൽ വിലായത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിന്റെ വിലായത്ത് അള്ളാഹു ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരലാണ്. അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുക. ഇതിനെ വഴിപ്പെടുക കേവലം നിസ്കരിക്കലല്ല. തിരിഞ്ഞിട്ടില്ല. നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരലാണ് അള്ളാഹു വഴിപ്പെടുക. തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് വഴിപ്പെടുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ വീട്ടിൽ പല ആളുകളും തൊഴിലിന് വരാം. ഒരാൾക്ക് വൈകുന്നേരമായാൽ നമ്മൾ 600-700 ശമ്പളം കൂലി കൊടുക്കും. അതോടുകൂടെ അയാളും നമ്മളും തമ്മിലുള്ള ഉത്തരവാദിത്വം സഞ്ചു. വേറെയും ഒരു കൂലിക്കാരനുണ്ടാവും. അയാൾക്ക് കൂലി കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്വം അവസാനിക്കൂല. അയാൾ നമ്മളെ കാര്യത്തിൽ ബദ്ധശ്രദ്ധനാണ്. അയാൾക്ക് കൂലിയേക്കാൾ അയാളെ പ്രധാനം നമ്മുടെ കാര്യം ആ കമ്പനി നോക്കി നടത്തും. അയാളുടെ മനസ്സിലായില്ലേ, 10 ആളുള്ള ഒരു കമ്പനിയിൽ ഒരാളുണ്ടാവും. ആ ആളാണ് ആ കമ്പനിയുടെ മുഴുവനും ഓൾറൗണ്ടർ. എല്ലാം അവിടെ എന്ത് നടക്കുകയാണെങ്കിലും അത് ശ്രദ്ധിക്കുന്ന ആൾ അയാളാണ്. അയാൾക്കും സത്യത്തിൽ വൈകുന്നേരം ഒരു 600-700 ശമ്പളം കിട്ടുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ വലുത് ആ കമ്പനി നല്ല നിലക്ക് നടന്നു പോകണമെന്ന് ആണ് അയാളുടെ ചിന്ത. അതുകൊണ്ട് ഏത് പണിക്കാരനേക്കാളും മുമ്പ് അയാൾ എത്തിച്ചേരും. എന്നിട്ടോ അന്ന് തൊഴിൽ ചെയ്യേണ്ട തൊഴിലാളികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടോ എന്ന് അയാൾ പരിശോധിക്കും. എല്ലാവരും 5 മണിക്ക് കയറിപ്പോയാലും ഇയാൾക്ക് പോകാൻ തോന്നൂല. ഇയാൾ കമ്പനി എവിടെയെങ്കിലും വാതിൽ തുറന്നു നടക്കുന്നുണ്ടോ, രാത്രി കള്ളം വരാൻ സാധ്യതയുണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഏതെങ്കിലും കമ്പനിയുടെ ഉൽപ്പന്നം മഴയത്ത് കിടക്കുന്നുണ്ടോ, രാത്രി മഴ കൊണ്ട് ആ സാധനം നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും മുതൽ പുറത്തായിട്ടുണ്ടോ, ഏതെങ്കിലും ഉരുപ്പടികളോ ആയുധങ്ങളോ പുറത്തിറക്കുന്നുണ്ടോ, ഇതെല്ലാം അയാൾ റൗണ്ട് ചെയ്ത് നോക്കി പരിശോധിക്കും. അയാൾക്കും വൈകുന്നേരം 600 രൂപ കൂലിയുള്ളൂ. പക്ഷേ ഈ ആളുടെ കാര്യത്തിൽ ഓണർക്ക് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായോ? ഇയാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഓണർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും ആക്ഷേപിക്കും. ആര്? ഓണർ. അയാളെ കുട്ടി 10-20 വയസ്സായിട്ട് ഇതുവരെ കെട്ടിച്ചിട്ടില്ല. നിന്റെ കമ്പനി ലോകം പകലും നിന്റെ കാര്യം നോക്കി നടത്തുന്ന ഒരാളെ മോളെ കെട്ടിക്കണം, നിന്റെ ഉത്തരവാദിത്തല്ലേ? ഇജന്റെ മനുഷ്യനാണോ? എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? അയാളെ മകളെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ആദ്യം മുതലാളിക്കായിരിക്കും. ഇന്റെ കാര്യം എങ്ങനെ നോക്കുന്ന ഒരാളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരനെ ആക്ഷേപിക്കും. ഒന്നും കൂടി പറയാം. അശ്ശുക്രുലില്ല, നന്ദി അർപ്പിക്കേണ്ടത് ആർക്കാണ്? അള്ളാഹുവിന്. വശുക്രുലില്ല, അള്ളാഹുവിന് നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹുവത്വാഅത്തുലില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. വത്വാഅത്തുലില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നീ ഉയരലാണ്. എന്തിലേക്ക്? അൽ വിലായത്തു മിനല്ലാഹ്, അള്ളാഹു നിന്റെ കാര്യം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരലാണ് വഴിപ്പെടൽ. കേവലം നിസ്കരിക്കാനല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? നീ ഒരവസ്ഥയിലേക്ക് ഉയരുക. നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു. ആ കമ്പനിയിൽ 100 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഇയാളെ കാര്യം ഓണർ ഏറ്റെടുത്തുള്ളൂ. മറ്റൊരു തൊഴിലാളികളാ. ഇയാൾ തൊഴിലാളികളല്ല. ഇയാൾ തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളിയല്ല, ഇയാൾ സ്വന്തക്കാരൻ. മനസ്സിലാവുണ്ടോ? ഇയാൾ മരിച്ചു. ഇയാളെ മക്കൾ 2 കമ്പനി ഓഹരി ചെയ്തപ്പോൾ എന്തെങ്കിലും ഇയാൾക്കൊരു വിഹിതം കൊടുത്തിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു കഴിഞ്ഞുകൂടാനുള്ള ഒരു കടയെങ്കിലും ഇയാൾക്ക് അതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കളെ നാട്ടുകാർ ആക്ഷേപിക്കും. ആ കമ്പനി അങ്ങനെ ആയത് അയാളെ കൊണ്ടല്ലോ. നിങ്ങൾ 2 കമ്പനി ഓരി വെച്ചെടുത്താൽ മതിയോ? അയാളെ കൊണ്ടല്ലേ അതുണ്ടായത്. നിങ്ങൾ അങ്ങാടിയിൽ കടയെങ്കിലും അയാൾക്ക് വെച്ചു കൊടുത്താൽ അയാൾക്ക് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളെന്ത് മനുഷ്യന്മാര്? മനസ്സിലായോ? അതേ സമയത്ത് ബാക്കി 99 തൊഴിലാളികളുണ്ട്. ആ 99 തൊഴിലാളികളുടെ കാര്യത്തിൽ അവരൊന്ന് പറയും. ചിന്തിക്കണം. 99 ആളുകളും കമ്പനിയുടെ മുന്നിൽ കൊടി പിടിക്കാം. ഇയാൾ കൊടി പിടിക്കൂല. ഇയാളെ കരിങ്കാലി എന്ന് പറയും മറ്റുള്ളവർ. കരിങ്കാലി അതും ഇയാൾക്ക് വിഷയമില്ല. ഇയാൾ കമ്പനിയുടെ ആളാണ്. ഇയാളെ പറയും മുതലാളിയെ പൂജിക്കുന്നവൻ എന്ന് പറയും. എന്നാലും ഇയാൾക്ക് പ്രശ്നമില്ല. ഇയാൾ മുതലാളിന്റെ ആളാണ്. അപ്പോൾ അയാളെ ഉത്തരവാദിത്വം അയാളെ ഏറ്റെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? ആരുടെ ബാധ്യത? മുതലാളിയുടെ ബാധ്യത. ഒന്നും കൂടി പറയാ. അശ്ശുക്രുലില്ലാ, നന്ദി അർപ്പിക്കേണ്ടത് ആർക്കാ?
അള്ളാഹുവിനാ. വശുക്രുലില്ല, അള്ളാഹുവിന് നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് വഴിപ്പെടലാണ്. ഒത്തായത്തില്ല, അള്ളാഹ് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിന്റെ കാര്യം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തണം. നിന്റെ കാര്യം നിന്റെ റബ്ബ് തീരുമാനിക്കും. നിന്റെ കാര്യത്തിൽ നീ വേജാറാവണ്ട, പോയിക്കോ. വായോട് പറഞ്ഞാൽ പോരാ, അത് നടക്കും എന്ന് അയാൾക്കറിയാം, അറിയും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, ചില സൂഫികളെ കിണറ്റിലിട്ടിട്ട് സിംഹത്തെ കിണറ്റിലിട്ടു, വിശന്ന് പൊരിഞ്ഞ സിംഹത്തെ കിണറ്റിലിട്ടു ചക്രവർത്തി. പിറ്റേന്ന് രാവിലെ കിണർ മൂടി. കിണറിന്റെ അടപ്പ് പിറ്റേ ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഈ മനുഷ്യൻ നിസ്കരിച്ച് സുജൂദി കിടക്കുന്നുണ്ട്, ഈ സിംഹം കാത്തിരിക്കണുണ്ട്. അങ്ങനത്തെ അനുഭവം ചരിത്രത്തിലുണ്ട്. സിംഹത്തിന് ഇയാളെ, വിശന്ന് പൊരിഞ്ഞ സിംഹത്തിന് ഇയാളെ തൊടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സിംഹത്തിനെ നിയന്ത്രിക്കണ ആരാ? അള്ളാഹു. ഇതാരാ? ഇത് അള്ളാഹു ഏറ്റെടുത്ത ആളാ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുക. ഇതിനാണ് ശുക്ർ എന്ന് പറയാ, ഇതിനെ നന്ദി. അപ്പോൾ നമ്മളെ മനസ്സിൽ ആരല്ലാതെ ഇല്ല. ഒന്നും കൂടി കയറുക, അവിടുന്ന് ഒന്നും കൂടി കയറാം. അള്ളാഹുവിൽ നിന്ന് നിന്റെ കാര്യം ഇങ്ങോട്ട് നോക്ക് എങ്ങനെ ശ്രദ്ധ പോകുന്നു. അള്ളാഹുവിൽ നിന്ന് നിന്റെ കാര്യം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തുകയില്ല. അള്ളാഹുവിൽ നിന്ന്, അള്ളാഹു അല്ലാത്തവരിൽ നിന്നെല്ലാം നീ പൂർണ്ണമായി ഒഴിവായാൽ മാത്രമേ അള്ളാഹു നിന്നെ ഏറ്റെടുക്കുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? രാവിലെ 10 മണി വരെ ഒരാൾക്ക് ജോലി ചെയ്യും. 10 മണി കഴിഞ്ഞിട്ട് ഉച്ച വരെ വേറൊരാൾക്ക് ജോലി ചെയ്യും. ഉച്ച മുതൽ 4 മണി വരെ വേറൊരാൾക്ക് ജോലി ചെയ്യും. 4 മണി മുതൽ 8 മണി വരെ വേറൊരാൾക്ക് ജോലി. ഇയാളെ മോളെ കെട്ടിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ഈ 4 ആളും കൈയ്യഴും. ആർക്കൊന്നും പറയാൻ പറഞ്ഞ മനസ്സിലായില്ല. രാവിലെ ഒരാൾ എണീറ്റാൽ 8 മണി വരെ ഒരാൾക്ക് ജോലി. 8 മണി കഴിഞ്ഞാലോ 12 മണി വരെ വേറൊരാൾക്ക് ജോലിയും. 12 മണി വരെ 4 മണി വരെ വേറൊരാൾക്ക് ജോലിയും. 4 മണി മുതൽ 8 മണി വരെ വേറൊരാൾക്ക് ജോലിയും. ഇയാളെ മോളെ കെട്ടിക്കേണ്ടി വന്നാലോ ആർക്കൊന്നും പറയല്ല. നാട്ടുകാർ കൂടിയിട്ട് ഒരാളെടുത്ത് ചെന്നു, നിങ്ങളതിൽ എന്തെങ്കിലും ചെയ്യണം. നോക്ക, നിങ്ങൾ തൊഴിലാളിയല്ലേ. എന്റെ തൊഴിലാളി എന്ന് പറയാൻ പറ്റൂല. ഇവിടെയും വന്നിട്ടുണ്ട്. നാട്ടുകാർക്കൊന്നും പറയാല്ല, ശരിയാണ്. അപ്പോൾ പിന്നെ നാട്ടുകാർ അടുത്ത ആളെടുത്ത് പോയി, അല്ല നിങ്ങൾ തൊഴിലാളിയല്ലേ, മാളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് നിൽക്കണം. എന്ത് തൊഴിലാളിയാന്ന് പറയണ്ട, ഇവിടെയും വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഞാനും കൊടുക്കാം. 3-ാമത്തെ അടുത്തെന്നാലും അങ്ങനെ തന്നെ പറയും. 4-ാമത്തെ അടുത്തെന്നാലും അങ്ങനെ തന്നെയാണോ? അല്ലേ പറയും മനുഷ്യന്മാരെ. ഇതിന് ബുഖാരി ഓതണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമല്ലേ? മനസ്സിലായില്ലേ? അള്ളാഹു നിന്നെ ഏറ്റെടുക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്തവരെ മുഴുവനും നീ ഒഴിവാക്കണം. അപ്പോൾ മാത്രമേ അള്ളാഹു എന്നെ ഏറ്റെടുക്കുള്ളൂ. ഇവിടെ പണി നടക്കണേ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇവിടെ പണി നടക്കുന്നത്. ഇവിടെ അള്ളാഹു അല്ലാത്ത എല്ലാവരെ തൊട്ട് ഒഴിവാക്കണം. ഇവിടെ ഈ ലോകത്തുള്ളവർ എന്ത് അപകടപ്പെടുത്തിയാലും നമുക്കൊരു അപകടം വരൂല. പിന്നെന്ത് ബാക്കി? പിന്നെന്ത് പ്രശ്നം? പിന്നെന്ത് പ്രശ്നം? നമ്മൾ ചിന്തിക്കണം. മുത്തറസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തിട്ടില്ലേ? സിഹർ ചെയ്തു, നിലനില്ലല്ലോ. അപ്പോഴത്തിന് വന്നില്ലേ സയ്യിദുനാ ജിബ്രീൽ. എന്ത് വരും? മുത്തറസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തിട്ടില്ലേ? നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നബിക്കും സിഹർ ചെയ്തിട്ടുണ്ടല്ലോ. ലബീദ് ഇബ്നു അസ്സം എന്ന ജൂതൻ നബിക്ക് സിഹർ ചെയ്തു എന്ന് കിതാബിലുണ്ടല്ലോ. പിന്നെ എനിക്ക് സിഹർ ചെയ്ത് അത്ര വലിയ പ്രശ്നമല്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? അപ്പോഴത്തേന് വന്നില്ലേ ആകാശത്തെ രാജകുമാരൻ അവിടെ ഇരിക്കാൻ പറ്റുമോ? സയ്യിദുനാ ജിബ്രീൽ. ഉറക്കെ പറ, സയ്യിദുനാ ജിബ്രീൽ. മനസ്സിലായോ? പറഞ്ഞ ചിന്തിക്ക്. ഇന്നലെ ആരോ വെള്ളത്തിൽ പോയിട്ടുണ്ട്, മരിച്ചവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
അല്ലേ? തുഷാരഗിരി അവിടെ എവിടെ ഒന്നല്ല വെള്ളത്തിൽ പോയിട്ട്. അള്ളാഹു മരിച്ചവർക്ക് മൗഫറത്ത് കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറ, അള്ളാഹു മരിച്ചവർക്ക് മൗഫറത്ത് കൊടുക്കട്ടെ. വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. അത് വെള്ളത്തിലേക്ക് അറിയാതെ കാല് വഴുതിപ്പോയവരാണ് പറഞ്ഞത്. കരുതിക്കൂട്ടി വെള്ളത്തിൽ കടലിന്റെ നടുവിൽ ഒരാൾ ചാടിയത്. എന്നിട്ട് എന്താ കൊറ്റി? പറ. ഒരാള് വെള്ളത്തിലേക്ക് എടുത്തിയത്, തുഷാരഗിരിയിലേക്കല്ല ചാടിയത്, മെഡിറ്ററേനിയൻ ആയിരിക്കും എന്നൊരു അഭിപ്രായം. ചെങ്കടലാണെന്നും അഭിപ്രായമുണ്ട്. എടുത്തിയാടി മെഡിറ്ററേനിയൻ ആവാനാണ് സാധ്യത. ചെങ്കടലാണെന്നും അഭിപ്രായമുണ്ട്. ആരാ ചാടിയത്? യൂനുസ്. ഉറക്കെ പറ. സയ്യിദ്നാ യൂനുസ്. മനസ്സിലായോ? മെഡിറ്ററേനിയൻ ആവാം, ചെങ്കടലാവാം, എന്താണെങ്കിലും അതിന്റെ ആഴത്രയാ. എടുത്തു ചാടി ഒരാള് സയ്യിദ്നാ യൂനുസ്. എടുത്തു ചാടി കടലിന്റെ നടുവിലേക്ക് എടുത്തു ചാടി സയ്യിദ്നാ യൂനുസ്. എടുത്തിയാടി സയ്യിദ്നാ യൂനുസ്. വെള്ളത്തിൽ അറിയാതെ പോയതല്ല, എടുത്തടി അടി. എന്നിട്ട് എന്തേ? പ്രധാനപ്പെട്ട അഭിപ്രായം 40 ദിവസം അവിടെ അങ്ങനെ ജീവിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ആ ആളെ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? അല്ലാഹ്. فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. എടുത്തു ചാടി കോഴിക്കോട്ട് കടപ്പുറത്ത് കളിക്കാൻ ഇറങ്ങിയപ്പോൾ കടലിൽ അറിയാതെ പോയതല്ല, നടുക്കടലിലേക്ക് എടുത്തു ചാടി. ഈ മനുഷ്യനെയും കൊണ്ട് അറ്റ്ലാന്റിക്കിലും പിന്നെ മെഡിറ്ററേനിയനുമായി ചുറ്റി സഞ്ചരിച്ചു മത്സ്യം. ഈ മനുഷ്യനെ കൊണ്ട് അവസാനം മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കരയിൽ ഈ മനുഷ്യനെ തുപ്പി. 40 ദിവസം കഴിഞ്ഞപ്പോൾ, 40 ദിവസം, ഇതാണ് പ്രധാനപ്പെട്ട. 40 ദിവസം കഴിഞ്ഞിട്ട് ഈ മത്സ്യം മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് ഈ മനുഷ്യനെ തുപ്പി. എന്നിട്ട് എന്തുണ്ടായത്? 40 ദിവസം ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. മത്സ്യത്തിന് പറ്റില്ലല്ലേ? എന്ത് തിന്നാനാ? പറയടോ, അവിടെ ഹംബർഗർ ഉണ്ടാ? പറയടോ, അവിടെ 65 ഉണ്ടാ? അവിടെ ചോറ് മീനുണ്ടാ? എന്നിട്ട് ഈ മനുഷ്യനൊന്നും പറ്റിയില്ല. അള്ളാഹുവിന്റെ നിഅമത്ത് ഈ മനുഷ്യനെ മൂടി. എന്തുകൊണ്ട്? എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ചിന്ത ആ മനുഷ്യനുണ്ട്. അതിൽ നിന്നാണ് ആ മനുഷ്യന്റെ അടിസ്ഥാനം. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നീ പൂർണ്ണമായിട്ട് പോന്നാല്. മനസ്സിലായോ പറഞ്ഞത്? രാവിലെ 8 മണി വരെ ഒരു ഡോക്ടറുടെ കമ്പൗണ്ടറാണ്. പിന്നെ 8 മണി മുതൽ 11-12 മണി വരെ വേറൊരു ഡോക്ടറുടെ അവിടെ ഷീറ്റ് എഴുതാൻ വേണ്ടി വാതിൽക്കൽ ഇങ്ങനെ ആൾ അറ്റൻഡറാണ്. അത് കഴിഞ്ഞിട്ട് 12 മണി മുതൽ 4 മണി വരെ വേറെ ഡോക്ടർ അറ്റൻഡറാണ്. 4 മണി മുതൽ 8 മണി വരെ വേറെ ഡോക്ടറുടെയും അറ്റൻഡറാണ്. ഒരു പ്രശ്നം വന്നാൽ 4 ഡോക്ടർമാരും കൈയൊഴിയാൻ വലിയ ബിരുദന്മാരാണ് ഡോക്ടർമാർ പ്രത്യേകിച്ചു. ഇയാള് ഒരാളെ ഏറ്റെടുക്കണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണമെന്നറിയോ? കരുത്തനായ ഡോക്ടറെ നോക്കി വെച്ചിട്ട് ബാക്കിയുള്ള ദുർബലന്മാരെ മുഴുവനും ഒഴിവാക്കിയിട്ട് ആരിലേക്ക് മടങ്ങാം? ഡോക്ടർ, ഞാൻ നിങ്ങളെ കൂടെ ഇനി പണിക്കുള്ളൂ എന്നറിയാം. ഓക്കെ, ഞാൻ ഏറ്റെടുത്തു, ഞാൻ എൻ്റെ കാര്യം നോക്കണ്ട. ബാക്കി മനസ്സിലായല്ലോ പറഞ്ഞത്? ഒന്നും കൂടി പറയാം, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു നന്ദിയല്ലേ നമ്മൾ ഉത്തരവാദിത്തം? എന്താ അള്ളാഹു നന്ദിയല്ല? അള്ളാഹു നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹു ഭയപ്പെടല. അള്ളാഹു ഭയപ്പെടാതെ തൊപ്പി കൊണ്ട് പള്ളിയിലേക്ക് പോകണ്ട. മനസ്സിലോ? മനസ്സിൽ ദുനിയാവിലെ എല്ലാ കുത്തുക്കണീസും, എല്ലാ പിത്തനെയും പൊസാടും, എല്ലാ ദുനിയാവിന്റെ തമ്പുരാക്കന്മാരും, എല്ലാ ദുനിയാവിന്റെ രാജാക്കന്മാരും തമ്പുരാക്കന്മാരും മനസ്സിൽ വെച്ചിട്ട് എന്ത് പറയാ? അല്ലാഹു അക്ബർ. മനസ്സിലോ? ഈ ദുനിയാവിന്റെ തമ്പുരാക്കന്മാരൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ? അള്ളാഹുവിന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടലാണ്. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നിന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരലാണ്. അൽ വിലായത്തു മിനല്ലാഹ്.
അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അള്ളാഹ്ക്ക് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുക. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരുക. ഒന്ന് പറ, ഉറക്കെ പറ, ഇത് പറഞ്ഞിട്ട് തീരുമാനിക്കുള്ളൂ. അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുക. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ മാനസികമായി ഉയരുക, എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് മുമ്പ് വിൽക്കുക. മറ്റേ മുനാഫിക്കും ചെയ്യും. നിസ്കാരം നോമ്പും മുനാഫിക്കനുണ്ട്. കപട വിശ്വാസി കാഫിർ, അല്ലാഹു കാക്കട്ടെ. കപട വിശ്വാസി നിസ്കരിക്കൂലേ? നിസ്കരിക്കും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറഞ്ഞാൽ മുനാഫിക്ക. അയാളെ കാര്യത്തിൽ ആ സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങിയത് അതിന് മദീന പള്ളി നബിയുടെ ബാക്കിൽ നിന്നാളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സൂറത്തുൽ മുനാഫിഖൂന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന മനുഷ്യന്റെ കാര്യത്തിൽ ഇറങ്ങിയതാ. അയാൾ ആരാ? മുനാഫിഖ്. മുനാഫിഖിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ട്. ഇയാൾ എവിടെ നിസ്കരിച്ച്? മദീന പള്ളിയിൽ. ആരുടെ ബാക്കിൽ? മുത്തനബിയുടെ ബാക്കിൽ. എന്നിട്ട് ഇയാൾ ആരാ? മുനാഫിഖ്. എന്തുകൊണ്ട്? കേവലം ത്വാഅത്ത് അയാൾക്കുണ്ട്. കേവലം ത്വാഅത്ത് പറഞ്ഞാൽ കേവല വഴിപ്പെടൽ, അത് അള്ളാഹ്ക്ക് മതിയാവില്ല. യഥാർത്ഥ വഴിപ്പെടൽ എന്ന് പറഞ്ഞാൽ അൽ വിലായത്തു മിനല്ലാഹ്, അള്ളാഹു നിന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരുക. ഇനി അള്ളാഹു നിന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിൽ എത്തൽ അങ്ങനെ. അപ്പൊ പിന്നെ നമുക്കൊരു ഡൗട്ട്, അള്ളാഹുവിനെ ഏറ്റെടുക്കൽ എങ്ങനെയാ? അതിന് ഉറപ്പ് കാര്യം പറഞ്ഞു ഡോക്ടർ, ഉദാഹരണം അതിന് പറഞ്ഞതാണ്. വലാ തത്തിമ്മുൽ വിലായ, അള്ളാഹു നിന്നെ ഏറ്റെടുത്ത് പൂർത്തിയായി ഏറ്റെടുക്കണമെങ്കിൽ ഇല്ലാ ബിത്തബർരി മിമ്മൻ സിവാ, അള്ളാഹു അല്ലാത്ത മുഴുവനും ആളിൽ നിന്ന് നീ ഒഴിവാകണം. മുഴുവനും കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം. കാര്യം മുഴുവൻ ആരെ ഏൽപ്പിക്കണം? അള്ളാഹുവിനെ ഏൽപ്പിക്കണം. അള്ളാഹു ഏറ്റെടുക്കും. 8 മണി വരെ വേറൊരുത്തന്, 12 മണി വേറൊരുത്തന്, 14 വേറൊരുത്തന്, പിന്നെ വച്ചൻ വേറൊരുത്തന്. അവരുണ്ടാക്കി വെച്ച എല്ലാ സ്വർഗം അള്ളാഹു ഏറ്റെടുത്തവർക്ക് ഉണ്ടാക്കി വെച്ച സ്വർഗം ഒരു അള്ളാന്റെ ആളുകളാണ്. മനസ്സിലായില്ലേ? അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി ഒരാൾ ഒഴിവാകാതെ അള്ളാഹു തആല ഒരു മനുഷ്യനെ ഏറ്റെടുക്കും. അപ്പോൾ ആരാ വലിയ? അള്ളാഹു ഏറ്റെടുത്ത ആൾ. ഇതിനർത്ഥം എന്താ? അയാളെ കാര്യം മുഴുവനും അയാൾ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? അള്ളാഹുവിനെ. അതെന്നെ വലിയ. അത് നീ ഏറ്റെടുത്താൽ നീ തന്നെ അള്ളാന്റെ വലിയ. പാൻറ് ഇട്ട് ഒരു ബേജാറും ആവണ്ട. പാൻറ്റാണ് ഇട്ടത്, ഒരു ബേജാറും വേണ്ട. ഒരാൾ മുത്തുനബിയെ സ്വപ്നം കണ്ടു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഒരു പ്രൊഫസർ ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. പള്ളിയിൽ കിടക്കുന്നു. അയാൾ ഉടനെ എന്നോട് പെട്ടെന്ന് എന്നോട് ഒരിക്കൽ വിളിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയപ്പെട്ട അടയാളങ്ങളൊക്കെ ഉണ്ട് റസൂലുള്ളാഹി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എനിക്കൊരു ഡൗട്ട്, റസൂലുള്ളാഹി പള്ളിയിലൂടെ എങ്ങനെ കയറി വരാം മുത്ത് മുഹമ്മദ് മുസ്തഫ? ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. ഹബീബ് റസൂലുള്ളാഹി തന്നെ ആ പറഞ്ഞ എല്ലാ ലക്ഷണവും പൂർത്തിയായി. സാധാരണക്കാരനല്ല, നല്ല വിജ്ഞാനമുള്ള ഒരു പ്രൊഫസറാണ്. മനസ്സിലായോ പറഞ്ഞത്? ഏതോ ആരോ അല്ല, ഒരു നല്ല വിജ്ഞാനമുള്ള നല്ലൊരു പ്രൊഫസർ. ഹബീബ് റസൂലുള്ളാഹിനെ പള്ളി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അയാൾക്ക് ഡൗട്ട്. എന്താ ഡൗട്ട്? വേഷം അറബി വേഷമല്ല, പകരം എന്താണ്? പറ. ഫാൻറ്റും കോട്ടും, നല്ല ഫാൻറ്റും കോട്ടും കയറി വന്നിട്ട് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ അയാൾക്ക് ഡൗട്ട്. മനസ്സിലായില്ല? നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിക്കാം, പാൻറ്റും കോട്ടും ഇട്ടിരിക്കുക. ആ എല്ലാ ലക്ഷണം കൊണ്ട് റസൂൽ തന്നെയാ. അപ്പൊ എന്റെ ഡൗട്ട് എന്താ ഡൗട്ട് റസൂൽ ഫാൻറ്റിടോ? റസൂൽ പറ. കോട്ടിടോ? റസൂൽ പറ. ഇംഗ്ലീഷ് സംസാരിക്കോ? എന്നാലും ചോദിക്കണ്ടത്. നല്ല നല്ല കടകടക്കുള്ള ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഏത് വർഷം റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്? ഇതാ 4 കൊല്ലം മുമ്പ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ 4 കൊല്ലം മുമ്പുള്ള സംഭവമായി പറയണത്. അന്നാണ് അയാൾ സ്വപ്നം കണ്ടത് റസൂലുള്ളാഹിനെ, മുത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടത്. അത് ഏത് കാലാണ്? ഫാൻറ്റിന്റെ കാലാണ്, കോട്ടിന്റെ കാലമാണ്, ഇംഗ്ലീഷിന്റെ കാലാണ്. അല്ലാഹുവിന്റെ റസൂൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ കാലക്കാർക്കും, എല്ലാ നാട്ടുകാർക്കും, എല്ലാ ഭാഷക്കാർക്കും ഉള്ളതാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. അക്കാലത്ത് റസൂലുള്ളാഹി സംസാരിക്കുന്നത് കേട്ട് അറബികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇക്കാലത്ത് ഹബീബ റസൂലുള്ളാഹി വന്നാൽ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടാൽ ലോകം അത്ഭുതപ്പെടും. ആദ്യം ഇംഗ്ലീഷ് ആയിരിക്കും. പിൽക്കാലത്ത് മുത്ത് റസൂലുള്ളാഹിന്റെ ഭാഷയിലാണ് പല അറബി പദങ്ങളുണ്ടായി. അത്രയും വലിയ സാഹിത്യ സൃഷ്ടിയുള്ള മനോഹരമായ ഭാഷയിൽ സംസാരിച്ച അഫ്സഹുൽ അറബാണ്. അറബ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യപ്പെടുവാണ് മുഹമ്മദ് മുസ്തഫ. എന്താ ഞാൻ പറഞ്ഞത്? പാൻറ് ഇട്ടോ, ഒരു പ്രശ്നമില്ല. നല്ല സ്ലാക്ക് ഷർട്ട് ഇട്ടു, പ്രശ്നമില്ല. ഒന്നും പ്രശ്നമില്ല. നീ
ഒരു എന്താ പറയുക മുസ്ലിംമാരെ തൊപ്പിയൊന്നല്ല ഇട്ടത്, നീ വേറെ ഏതോ അങ്ങാടിയിൽ 400 പൈസയായി നടക്കുന്നവൻ്റെ തൊപ്പിട്ട് നടന്നു, ഒന്നും പ്രശ്നമില്ല, അതൊക്കെ മനുഷ്യൻ ഉപയോഗിക്കാവുന്ന തന്നെയാണ്. പക്ഷെ മനസ്സിൽ ആരാ? മനസ്സിലാര്? മനസ്സിലല്ലോ. ولا تتم الولاية من الله إلا بالتبري ممن سواه. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി നീ ഒഴിവാകാതെ, ഞാൻ ഒഴിവാകാതെ ആര് ഏറ്റെടുക്കൂല? അല്ലാഹു ഏറ്റെടുക്കും. 0 പോയിന്റിലേക്ക് മടങ്ങേണ്ടി വരും. ചില 0 പോയിന്റിൽ മടങ്ങും. ചിലപ്പോൾ 0 പോയിന്റിലേക്ക് മടങ്ങിയിട്ട് പുതിയതായി ബിൽഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് 0 പോയിന്റിലേക്ക് മടങ്ങാൻ ഇപ്പം പറ്റില്ല. നമ്മളെ മനസ്സെന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നമ്മളെല്ലാവരും അവസ്ഥ ഉണ്ടെങ്കിൽ 50 കൊല്ലം മുമ്പ് വല്യാപ്പ ഉണ്ടാക്കിയ ഒരു പീടികയുണ്ട് റോഡ് സൈഡിൽ, അതിൽ തന്നെ ഒരു 8 നില വാർക്കണം, എന്നിട്ട് വാടക വാങ്ങണം. നടക്കുമോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ. 50 കൊല്ലം മുമ്പ് വല്യാപ്പ നിരപ്പൊളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഴയ ഒന്നല്ലേ പറ, മനസ്സിലായില്ല, ഇങ്ങനെ ഓടാമ്പലിട്ട് കയറ്റുന്ന നിരപ്പൊളി ഓർമ്മല്ലേ? അങ്ങനത്തെ ഒരു കട റോഡ് സൈഡിൽ ഉണ്ടാക്കിയിരുന്നു 50 കൊല്ലം മുമ്പ് വല്യപ്പ. ആ വല്യപ്പാടെ അതേ ആ കട തൽക്കാലം മോന്തായ ഭാഗത്തുള്ള ഓടും മരവും വാങ്ങിയിട്ട് 8 നിലയുടെ ബിൽഡിങ്ങാണ് ഉണ്ടാക്കിയിട്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും അവിടെ നല്ല ഹോസ്റ്റൽ ആക്കിയിട്ട് മാസത്തിൽ ഒരു 3 ലക്ഷം വാടക വാങ്ങണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നടക്കുമോ? 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 എൻ്റെ ചോദ്യം നടക്കുമോ? എൻ്റെ ചോദ്യം നടക്കുമോ? എൻ്റെ ചോദ്യം നടക്കുമോ? എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുമോ? നടക്കുമോ? പറ, നടക്കുമോ? നടക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം? 0 പോയിന്റിലേക്ക് മടങ്ങണം, പൊളിക്കണം. എന്നിട്ടോ അതിനടിയിലുള്ള മണ്ണ് വരെ കോരി ഒഴിവാക്കണം, ആ കല്ല് വരെ ഒഴിവാക്കണം. എന്നിട്ട് പറടോ പുതിയ കോറിന്ന് ഫില്ലർ കെട്ടണം. എന്നിട്ടുണ്ടായാൽ അത് നീ ബിൽഡിങ്. അപ്പൊ 0 പോയിന്റിലേക്ക് മടങ്ങണം. എന്നിട്ട് പൊങ്ങണം. 50 കൊല്ലം മുമ്പുള്ള വല്യാപ്പാടെ മണ്ണും ഭൂമിയും കൂടി കൂട്ടിക്കുഴച്ച് വെച്ചതിൽ നിനക്ക് വാർത്തിട്ട് 8 നിലയുടെ ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കോ. ആ ബിൽഡിംഗ് ആയിരിക്കും നിന്റെ അവസാനം. 0 പോയിന്റിലേക്ക് മടങ്ങണം. ഇല്ല ഇല്ല 0 പോയിന്റിലേക്ക് മടങ്ങിയാൽ ഇതിനെ പഠിക്കണത്. 0 പോയിന്റ് എന്നല്ലേ നീ വന്നത്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. 0 പോയിന്റിൽ നിന്നാണ് മനുഷ്യൻ തുടങ്ങിയത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഞാനാണ് ഉസ്താദ്, എന്നെയാണ് നോക്കേണ്ടത്. ഇത് എങ്ങനെയാണ് ആയത്ത്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. അതിനർത്ഥം 0 പോയിന്റിൽ നിന്നാണ് മനുഷ്യൻ ഈ ഭൂമി തുടങ്ങിയത്. ഇപ്പൊ ഈ കോലങ്ങളൊക്കെ ഇതൊക്കെ നമുക്കുള്ളതാണ്. ഇതൊന്നും മാനവായിട്ടൊന്നും വരുമ്പില്ല, ഒന്നുമില്ല. കുറച്ച് മുടി നഖണ്ടായിരുന്നു, അത് 7ാമത്തെ ദിവസം ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അലിഫ് അറിയുകയില്ല, ആർക്കും അറിയില്ല. അത് അബ്ദുൽ കലാം ആണെങ്കിലും അറിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയിൽ നിന്ന് ലോകത്തേക്കുള്ള 21ാം നൂറ്റാണ്ടിന് സംഭാവന എന്ന് പറയപ്പെടാവുന്ന ആളായിരുന്നല്ലോ ഇന്ത്യൻ പ്രസിഡന്റായി പിന്നീട് മരണപ്പെട്ടു പോയ കലാം. മനസ്സിലായില്ലേ പറഞ്ഞത്? APJ ഈ മനുഷ്യനും 0 പോയിന്റ് എന്നാ വന്നത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുഴപ്പത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ശരി, മടങ്ങിക്കോ. എന്തിലേക്ക്? 0 പോയിന്റിലേക്ക് പുതിയതായി ബിൽഡ് ചെയ്യും. അത് കരുത്തുണ്ടായിരിക്കും. എന്താണ് ബിൽഡ് ചെയ്യൽ? അത്തബരി മിമ്മൻ സിവാ. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് മുഴുവനും ഞാനും നീയും ഒഴിവാണ്. അപ്പൊ നഷ്ടം വരണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? വല്ലിപ്പ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. വല്ലിപ്പ 50 കൊല്ലം മുമ്പുണ്ടാക്കിയ ആ ബിൽഡിങ്ങിനും ഇപ്പോൾ ഒരു 10-15,000 റുപ്യൊക്കെ അവിടുത്തെ അങ്ങാടിയുടെ നിലവാരം അനുസരിച്ച് വാടക കിട്ടിപ്പോരുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. ഇനി നിനക്ക് മാസത്തിൽ 3 ലക്ഷം വാടക കിട്ടണം. എനിക്ക് എന്ത് ചെയ്യണം? വാടക ഒഴിവാക്കണം. ഈ 15,000 വാടക നിർത്തിക്കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുമോ? എൻ്റെ കൂട്ടരെ, നിങ്ങളോടായിപ്പോയല്ലേ ഞാൻ വർത്തമാനം പറഞ്ഞത്. നീ എന്ത് ചെയ്യണം? ഈ വാടക
ചിലപ്പോൾ വാടകക്കാർ 25-35 കൊല്ലായവരാ, അവരങ്ങനെ ഒഴിവാകുന്നില്ല. അവർ ഞാൻ കട പൊളിച്ചു നന്നാക്കുകയാണ്, നിങ്ങൾ ഒഴിവാക്കി തരണം തന്നാ അവർ ചിരിയിരിക്കും. അതിനൊരു അർത്ഥം ഉണ്ടാവും. അവൻ്റെ ഒപ്പം നാട്ടുകാരുണ്ടാവും, അവൻ്റെ കൂടെ UDF ഉണ്ടാവും, LDF ഉണ്ടാവും, 2 F ഉണ്ടാവും. 2 F കൂടെ കൂടിയാൽ പിന്നെ ഒന്നും നടക്കൂല. ഏത് എഫും പിന്നെ കൂടെ കൂടും, നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ കോർപ്പറേറ്റ് ആയിരിക്കും, ബൂർഷ മുതലാളി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നീ ബൂർഷ മുതലാളിയാ, മറ്റവും സാധുവാ. അപ്പൊ 2 Fും പിന്നെ കൂടെ കൂടി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇവനെ ഒഴിവാക്കണമെങ്കിൽ ഇവന് ചിലപ്പോൾ 5 ലക്ഷം കൊടുക്കേണ്ടി വരും. ഈ 5 ലക്ഷം വാടക 50 ലക്ഷം നടന്നിട്ടില്ല. ഇതൊക്കെ ഈ സഹിക്കണം. ഇവനണ്ട് ഇറക്കി വിടാൻ, എന്നിട്ട് 0 ബിൽഡ് ചെയ്യണം. അത് പിന്നെ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം വാടക വാങ്ങും. പക്ഷെ 0യിൽ നിന്ന് പൊങ്ങണം. ഇപ്പോഴുള്ള തമ്പുരാക്കന്മാരെയൊക്കെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അവരെയൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് അള്ളാനെ പൊരുത്തപ്പെടിക്കാന്ന് വിചാരിക്കണം. നമുക്കിപ്പോൾ ഉള്ള എന്താണെന്നറിയോ? അള്ളാനെ ഈ നിലക്ക് പൊരുത്തപ്പെടിക്കണം. എല്ലാ നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാനെ പൊരുത്തപ്പെടിക്കണം. ഈ നേതാക്കന്മാരെ അള്ളാഹ്ക്കെതിരായ ഏത് ശൈത്താനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ബിൽഡ് ചെയ്യണം. നടക്കില്ല. അയാൾ എന്ത് വിചാരിക്കും? മറ്റവൻ വിചാരിക്കും മറ്റോട് നിന്നെ ഒഴിവാക്കിയാലോ, അവിടെ നിന്നെ പുറത്താക്കിയാലോ, വ്യാപാരി വ്യവസായി എന്നെ ഒഴിവാക്കിയാലോ, വ്യാപാരി വ്യവസായി നിന്നെ തള്ളിയാലോ. 4 കൊല്ലം നിനക്ക് കച്ചവടം തന്നെ ഉണ്ടായില്ല. അപ്പോൾ വ്യാപാരി വ്യവസായിയുടെ ജനറൽ ബോഡി കൂടിയപ്പോൾ തീരുമാനിച്ചു, ഇന്നാലിന്നെ അവറാൻകുട്ടിയെ അടുത്ത ജനറൽ ബോഡിയിൽ പറ്റൂല. എന്തുകൊണ്ട്? ഇത് കച്ചവടക്കാരൻ്റെ സംഗതിയാണ്. കച്ചവടം ഉണ്ടോ ഇയാൾക്ക്? ഇല്ല. എന്നാ പുറത്തോട്ടെ. അപ്പൊ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റായ നീ വ്യാപാരി വ്യവസായിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ പുറത്തുപോയി 4 കൊല്ലം. എന്തുകൊണ്ട്? അത് ബിൽഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അതും ഇല്ല. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകാതെ നാട്ടിലുള്ള എല്ലാ തൃപ്തിയും തൃപ്തിപ്പെടുത്തിയിട്ട് അള്ളാനെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിക്കണം. ഇവരെയും തൃപ്തിപ്പെടുത്തണം, അവരെയും തൃപ്തിപ്പെടുത്തണം. എല്ലാ കൊമ്പന്മാരെയും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും, എല്ലാ തലേക്കെട്ടുകാരെയും, എല്ലാ തൊപ്പിക്കാരെയും, എല്ലാ താടിക്കാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് അള്ളാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അള്ളാനെ തൃപ്തിപ്പെടുത്താൻ ഇവിടെ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിനാണ് എന്ത്? ഭരണഘടന. അതാണ് പരിശുദ്ധ ഖുർആനും മുത്ത റസൂലുള്ളാഹിന്റെ സുന്നത്തും മഹാന്മാരെ ശരിയും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനസ്സിലായില്ലേ? അതന്നെ. അതിനെതിരായതിനെതിരോ അതിനെ തന്നെ ഒഴിവാക്കും. 5 വർഷം ചിന്തിക്ക്. ഈ ദുനിയാവിന്റെ അലങ്കാരമല്ല. ഇത് ദുനിയാവിൽ മാത്രം അവസാനിക്കുന്നതാണ്. ഈ ദുനിയാവിലെ നഷ്ടമല്ല. ഈ ദുനിയാവിൽ നിന്നെ ഒരാൾ ഒഴിവാക്കലല്ല. എത്ര സ്വാലിഹീങ്ങൾ കോവിഡിൽ മരിച്ച്, എത്ര സ്വാലിഹീങ്ങൾ കോവിഡിൽ മരിച്ച്, എത്ര സ്വാലിഹീങ്ങൾ കോവിഡിൽ മരിച്ചില്ലേ? കോവിഡ് അല്ലാത്ത കാലത്താണെങ്കിൽ അവർക്ക് വേണ്ടി എത്ര വട്ടം മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും? പള്ളി നിറഞ്ഞിട്ട് 4 ആൾ പോലും നിസ്കരിക്കാതെ എത്ര സ്വാലിഹ്യങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വല്ല നഷ്ടമുണ്ടോ? അവർക്ക് നഷ്ടമുണ്ടോ? എന്താ അവർക്ക് നഷ്ടമുണ്ടോ? പറ കുട്ടി, നഷ്ടമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. എന്നെ നാട്ടുകാർ ഒഴിവാക്കിയാൽ, എന്നെ വീട്ടുകാർ ഒഴിവാക്കിയാൽ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ആരാ? എന്തിനാണോ മയ്യത്ത് നിസ്കരിക്കുന്നത്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താതെ ഈ കോത്താമ്പികളെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്തൊരു കാര്യം? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? അള്ളാഹുവിനെതിരായ കൂട്ടരെ നമ്മൾ തൃപ്തിപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി നോക്കിയാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. മനസ്സിലാവേണ്ട പറഞ്ഞത്? കോവിഡ് മാത്രം ആലോചിക്ക്. എല്ലാവരും ഉണ്ടായിരുന്ന എത്ര ആളുകൾ കോവിഡിൽ മരിച്ചു. 4 ആൾ മയ്യത്ത് നിസ്കരിക്കാതെ മരിച്ചില്ലേ? പറഞ്ഞു മരിച്ചോ? ഇല്ലേ, മരിച്ചു. മരിച്ചതിന് ശേഷം മരണ വീട്ടിൽ പോകാൻ പാടില്ല, മയ്യത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ വളരെ ശ്രേഷ്ഠനായ സ്വാലിഹായ ഒരു മനുഷ്യനെ മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം ഞങ്ങൾ ചെല്ലുന്ന നേരത്ത്, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഖബറിന്റെ മുകളിൽ എത്തിൽ വിതറിയിട്ടുണ്ട്. കോഴിക്കോട്ടങ്ങാടിയിലെ ഏറ്റവും സ്വാലിഹായ ഒരു മനുഷ്യൻ. സ്വാലി എന്ന് പറഞ്ഞാൽ 100% സ്വാലി. ആ മനുഷ്യനെങ്ങാനും കോവിഡ് അല്ലാത്ത കാലത്ത് മരിച്ചിരുന്നെങ്കിൽ
10,000-കണക്കിന് ആളുകൾ നിസ്കരിക്കും. എന്നിട്ട് ഇയാൾക്ക് എന്താ നഷ്ടം? ഒരാൾ മയ്യത്ത് നിസ്കരിച്ചില്ല, ഇയാൾക്ക് എന്താ നഷ്ടം? ഷഹീദിന് ആരും മയ്യത്ത് നിസ്കരിക്കൂല, ഇവിടെ എന്താ നഷ്ടം? അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഷഹീദ് മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? പറ, ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. ഇയാൾ കോവിഡിൽ മരിച്ചാലും ഇയാൾ ആരുടെ അടിമയാണ്? പറ, ആർക്ക് ഇത് ആർക്ക് കൊടുത്ത ആളാണ്? അള്ളാഹുവിന് കൊടുത്ത ആളാണ്. ചിന്തിക്ക്. 30 ലക്ഷം 50 ലക്ഷം ഒക്കെ കിട്ടുന്ന ഒരു കണ്ണായ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി. സെന്റിന് 30 ലക്ഷം 40 ലക്ഷം ഒക്കെ കിട്ടുന്ന ഭൂമിയിൽ പള്ളി ഉണ്ടാക്കി. ഇതാ പള്ളിയാണ് സ്വന്തം നടത്തി. ഞങ്ങൾ അത്ര വലിയ ധനാട്ടിയാണോ? അല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷെ ആ പള്ളി അവർക്ക് ഉപകരിക്കും. ആ പള്ളി ഉപകരിക്കാത്ത ഒരാൾ കോഴിക്കോട് ഉണ്ടാവില്ല. കണ്ണെന്ത് കണ്ണ് കണ്ണെന്ന് പറ, കണ്ണ് സെന്റിന് 30-40 ലക്ഷമൊക്കെ കിട്ടുന്ന കാലമുണ്ടായിരുന്നു. അതിനേക്കാൾ കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. ഈ സെന്റിന് 1 കോടി കൊടുക്കാനും തയ്യാറാവും. അങ്ങനത്തെ കണ്ണ് ഇന്ന് സെന്റിന് കോടി കൊടുക്കും. അങ്ങനത്തെ ഒരു കണ്ണായ സ്ഥലം. ആ സ്ഥലത്ത് വെച്ച് നീട്ടിയതൊക്കെ അയാൾ ഒഴിവാക്കി. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? പള്ളി ഉണ്ടാക്കി. എന്നിട്ട് ആ പള്ളിയിലെ ഉസ്താദിന് അയാൾ ശമ്പളം കൊടുത്തു. ആ പള്ളിയിലെ വെള്ളം അയാൾ നോക്കി. ആ പള്ളിയിലെ മൊത്തം കാര്യം അയാൾ നടത്തി. മനസ്സിലായോ? അയാൾ വലിയ ധനാഢ്യനാണോ? അതല്ല, ഒരു സാധാരണ അത്യാവശ്യം 10 വയസ്സുള്ള ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ 10 റുപ്യ ഉള്ള ഒരാൾ, അത്രയുള്ളൂ. വലിയ മുതലാളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? അതൊക്കെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ കോവിഡിൽ മരിച്ചു, 4 ആൾ പൂർത്തിയായി മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം. അയാൾ ആർക്ക് കൊടുത്ത ആളാണ്? അള്ളാഹ്ക്ക് ഹൃദയം കൊടുത്ത ആൾക്ക് അയാൾക്ക് എന്ത് നഷ്ടം? മനസ്സിലായില്ലേ? അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി നീ ഒഴിവാകാതെ അള്ളാഹു നിന്നെ ഏറ്റെടുക്കുകയേ ഇല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. വേറൊരാളെയും പേടിക്കണ്ട. എന്നാ എല്ലാരും പേടിക്കണം. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അവരെ പേടിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അവരെ പേടിക്കണം. ആർക്ക് വേണ്ടി? പറ, ആർക്ക് വേണ്ടി? അവര് അള്ളാഹിനെ പേടിക്കുന്നവരല്ല. അവരെന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമ്മൾ അവരെ ഉസ്താദിനെ പേടിച്ചു. ആർക്ക് വേണ്ടി? പറ, ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. ഉസ്താദ് അള്ളാഹിനെ ദീൻ തീരെ ശ്രദ്ധിക്കാത്ത ആളാ. അയാളെ പേടിക്കേണ്ട ആവശ്യമില്ല. അയാൾ ആർക്കെതിരാണ്? എന്താണ് ഇരുന്ന് ഉറങ്ങുന്നത്? ഉസ്താദ് ചെയ്യുന്നത് ഹറാമാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഈ ഉസ്താദിന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടാ? ഇയാൾ ആർക്കെതിരാണ്? അള്ളാഹ്ക്കെതിരാണ്. പിന്നെ ഇയാൾക്ക് എന്താ ഭയപ്പെടുന്നത്? ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതിന് പരിധിയുണ്ട്. അള്ളാഹ് അതിന് പരിധിയില്ല. ഉസ്താദിന് പരിധി എത്രയാ? അത് ശരിയത്ത് പാലിക്കണ്ടോ ഇല്ലേ? ശരിയത്ത് പാലിക്കുന്നുണ്ടെങ്കിൽ ആൾ ബഹുമാനിക്കണം. ഇല്ലേ? പറടോ, ചിന്തിക്കണം. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി ഒരാൾ ഒഴിവാകാതെ അള്ളാഹു ഒരിക്കലും അയാളെ ഈ അവസ്ഥയിൽ. ഭർത്താവിന് ഭാര്യയുടെ കടമയല്ലേ? അതെ. പക്ഷെ ഭർത്താവ് ആർക്ക് ഒഴിപ്പെടണം? അള്ളാഹുവിന്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഭർത്താവ് കൽപ്പിച്ചു. എന്നാലോ? മനസ്സിലായില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ എന്താ അവിടുത്തെ നിയമം? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ എന്താ അവിടുത്തെ നിയമം? ഭർത്താവിനെ ഒഴിപ്പെടണം. എന്തുകൊണ്ട്? ഭർത്താവിനെ ഭർത്താവാക്കി അള്ളാഹുവാണ്. ഭാര്യയെ ഭാര്യയാക്കി അള്ളാഹുവാണ്. ഭർത്താവിന് ഈ നിഅമത്ത് നൽകിയത് അള്ളാഹുവാണ്. എന്നെ ഭർത്താവിന് സമർപ്പിച്ചത് അള്ളാഹുവാണ്. ഓരോ രക്തത്തുള്ളിയും അള്ളാഹുവിൻ്റെതാണ്. ഓരോ രോമകൂപങ്ങളും അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെതാണ്. കുടിക്കുന്നത് അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കാതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടാത്ത ഒരു കാര്യത്തിൽ ഭർത്താവിന് വഴിപ്പെടേണ്ട ആവശ്യമില്ല. പണി നോക്കി നിങ്ങളാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ പോക്കാക്ക പണി നോക്കി എന്ന് പറയാലോ അവർക്ക്. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ? ഭർത്താവ് അവിടെ കിട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ബാപ്പ ക്ഷണിച്ചാലോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ബാപ്പ ക്ഷണിച്ചു, മകളെ ക്ഷണിച്ചു എന്ന് നോക്കൂ. ഭയപ്പെടുന്നു. എന്താണ് ഇവിടെ നോക്കിയിരിക്കുന്നത്? രാവിലെ അവിടെ വന്നിട്ട് പറയണെന്താ മനസ്സിലാവണില്ലേ? ബാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? അബുവാബിൽ ജന്ന, സ്വർഗത്തിന് നടുവിലെ വാതിലല്ലേ? ആര്? ബാപ്പ. ബാപ്പാനെ തൃപ്തിപ്പെടുത്താതെ സ്വർഗം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ ബാപ്പ ആർക്കെതിരാണ്? ഈ വിഷയത്തിൽ ആർക്കെതിരാണ്? പോയി പണി നോക്കി എന്ന് പറയണ്ടേ ബാപ്പാനോട്? എന്ത് ബാപ്പ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ അടിസ്ഥാനം ആരാണ്? ഊപ്പർ വാലാ ഹെ അല്ലാഹ്. ബസ്
മതി. ولا تتم الولاية من الله إلا بالتبرئ من سواه. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ ഒഴിവാകാതെ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുന്നു. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നാം ഉയരലിനാണ് അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്ന് പറയുക. അള്ളാഹുവിന് വഴിപ്പെടലിനാണ് അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറയും. അള്ളാഹു നന്ദി ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. നന്ദി ചെയ്യൽ അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നാം ഉയരലാണ്. അള്ളാഹു നമ്മെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നാം ഉയരുക എന്നാൽ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി നാം ഒഴിവായി ആരിലേക്ക് ചേരലാണ്? അള്ളാഹ്. അതന്നെ.